തലസ്ഥാനത്തെ വ്യാജ ലോൺ ആപ്പ് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. തിരുവനന്തപുരത്തെ കോൾ സെന്റർ കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പിൽ ബിടെക് LLB ബിരുദധാരികൾ വരെയുണ്ട്. ഒരാളെ തട്ടിപ്പിൽ വീഴ്ത്തിയാൽ 1000 രൂപ കമ്മീഷൻ, മാസം 10,000 രൂപ ശമ്പളവും നൽകും. തട്ടിപ്പ് സംഘത്തിലെ മറ്റൊരു പ്രധാനിയെ അഹമ്മദാബാദിൽ പിടികൂടി. പിടിയിലായത് ഇതര സംസ്ഥാനങ്ങളിലടക്കം വ്യാപിച്ച സംഘം. വിവരങ്ങളുമായി ദേവൻ MP ചേരുന്നുണ്ട്. ദേവൻ, ഇവർ പിടിയിലാകുന്നത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള ഒരു പരിശോധനയിലാണ് എന്നുള്ളതാണ് അതിലെ മറ്റൊരു കൗതുകം. എന്താണ് വിശദാംശങ്ങൾ? ഇപ്പോൾ എന്തെല്ലാമാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഹസൻ, തീർച്ചയായും ഈ സ്ഥാപനവുമായി കേന്ദ്രീകരിച്ച് വ്യാപകമായ രീതിയിൽ ലഹരി വിൽപ്പന നടക്കുന്നതായി ഡാൻസ് ഓഫ് സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ആ മേഖലയും ഈ സ്ഥാപനവും സംഘത്തിന്റെ നിരീക്ഷണത്തിലുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പരിശോധന നടത്താനായി പോലീസും ഡാൻസ് ഓഫ് സംഘവും തീരുമാനിക്കുന്നത്. പക്ഷേ ഈ പരിശോധനയിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന സംഭവങ്ങളായിരുന്നു. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടത് ഏകദേശം 35ഓളം കമ്പ്യൂട്ടറും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് അനുബന്ധ ഉപകരണങ്ങളുമാണ്. അങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന ഈ ജീവനക്കാരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതും. ഈ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഒരു രാജ്യാന്തരമായി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യാജ ലോൺ ആപ്പ് തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗമാണ് ഈ സ്ഥാപനം എന്നുള്ള കാര്യം കണ്ടെത്തുന്നത്. അഹമ്മദാബാദ് സ്വദേശിയായിട്ടുള്ള ആകാശ് ജി ചൗധരിയുടെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു സംഘത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സ്ഥാപനത്തിൽ ഏകദേശം 35ഓളം ജീവനക്കാരുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഇപ്പോൾ നിലവിൽ ഏകദേശം 18ഓളം ആൾക്കാരെ മാത്രമാണ് ഇതിൽ പിടികൂടാൻ സാധിച്ചിരിക്കുന്നത്. അതിൽ 13 പേർ ഈ പറയുന്ന പോലെ തന്നെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് അവിടെ പ്രവർത്തിച്ചവരാണ്. 5 പേർ അവിടുത്തെ ഈ സുരക്ഷാ ജീവനക്കാരും ഒപ്പം തന്നെ അവിടുത്തെ മറ്റ് ഓഫീസ് അനുബന്ധ പ്രവർത്തികളും ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ കുറച്ചു പേർ കൂടി ഉണ്ടായിരുന്നു. അവർ ഈ പോലീസ് സംഘം അവിടെ എത്തിയ സമയത്ത് അവിടെ നിന്നും കടന്നു കളഞ്ഞതായിട്ടാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇതിൽ പലരും അവിടെ തന്നെ ഈ ബിടെക്കും ഒപ്പം തന്നെ LLB ബിരുദധാരികളായിട്ടുള്ള ആളുകളാണ് അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരാളെ തട്ടിപ്പിൽ വീഴ്ത്തിയാൽ 1000 രൂപ കമ്മീഷൻ വ്യവസ്ഥ, അതാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് അവിടെ നിന്നും ലഭിക്കുന്ന പ്രതിഫലം. ഇത് കൂടാതെ പ്രതിമാസം 10,000 രൂപ ശമ്പളവും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഈ കോൾ സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള പ്രത്യേകിച്ചും അമേരിക്കൻ പൗരന്മാരെ ഇവിടെ നിന്ന് ബന്ധപ്പെടുകയും അവരുമായി ആ അമേരിക്കൻ ശൈലിയിലുള്ള സംഭാഷണം നടത്തിക്കൊണ്ട് അവരെ ഈ വായ്പ നൽകാമെന്നുള്ള രീതിയിൽ അവരെ വിശ്വാസത്തിലെടുക്കുകയും അതിനുശേഷം പ്രോസസിംഗ് ഫീ ഇനത്തിൽ ഡോളർ നിരക്കിലുള്ള 10,000-നും ഒപ്പം തന്നെ ലക്ഷക്കണക്കിന് രൂപ പ്രോസസിംഗ് ഫീ ഇനത്തിൽ ഇവരിൽ നിന്നും കൈക്കലാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ നമ്പർ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുകയും ഈ പറയുന്ന ഉപയോക്താക്കളുമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുക, ഇതാണ് ഈ തട്ടിപ്പിന്റെ ഒരു രീതിയായിട്ട് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പോലീസ് അവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള അന്വേഷണം എന്നുള്ള കാര്യത്തിൽ പോലീസിനുള്ളിൽ തന്നെ ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ ശ്രീകാര്യം പോകുമൂട് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രാദേശികമായിട്ടുള്ള പോലീസിന്റെ അന്വേഷണത്തിലാണ് ഈ ഒരു തട്ടിപ്പിനെ കുറിച്ചും ഈ തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ചും വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അതൊരു ഉയർന്ന തലത്തിൽ പ്രത്യേകിച്ചും കേരള പോലീസിന്റെ സൈബർ വിങ്ങിന്റെ ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചിന്റെ തന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ അന്വേഷണത്തിന്റെ ഭാഗമാകേണ്ടതുണ്ട്. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയാൽ ഒരുപക്ഷെ വെളിവാവുക ഒരു കോടികൾ വിലമതിക്കുന്ന അല്ലെങ്കിൽ കോടികൾ നീണ്ടു നിൽക്കുന്ന ഒരു തട്ടിപ്പിന്റെ വിശദാംശങ്ങളായിരിക്കും. പ്രത്യേകിച്ചും ഇതിനൊരു രാജ്യാന്തര തലത്തിലുള്ള ഒരു അത്തരം ഒരു കാര്യം കൂടിയുണ്ട്. ഇത് പ്രത്യേകിച്ചും ഒരു ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കാരെയോ അല്ലെങ്കിൽ പ്രാദേശികമായും മലയാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പല്ല, നേരെ മറിച്ച് രാജ്യത്തിന് പുറത്ത് നടത്തിയ തട്ടിപ്പിന്റെ ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുകയായിരുന്നു. തലസ്ഥാനത്ത് ഒരു വലിയ രീതിയിൽ ജനത്തിരക്കുള്ള കൂടുതൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ശ്രീകാര്യം പോലൊരു സ്ഥലത്ത് രാജ്യാന്തരമായി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു തട്ടിപ്പ് സംഘത്തെയാണ് ഇപ്പോൾ പോലീസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ വിശദമായുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് സംഘം കടക്കുകയാണ്. ഈ അവിടെ നിന്ന് ഇപ്പോൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളെല്ലാം തന്നെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സൈബർ വിങ്ങിന്റെയും ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചിന്റെയും എല്ലാം നേതൃത്വത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചിപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെയും ഒപ്പം തന്നെ മറ്റ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം തന്നെ ഒരു ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇനിയിപ്പോൾ ഈ അന്വേഷണം ഏത് രീതിയിൽ കൊണ്ടുപോകാനുള്ള കാര്യത്തിൽ